നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ റോസ്റ്റ് വെച്ചാലോ? ചെമ്മീനൊക്കെ ക്ലീനാക്കി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 സ്പൂണ് വിനീഗറും ഒഴിച്ച് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പുരട്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അപ്പം നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ചെമ്മീൻ അതിലേക്ക് ഇട്ട് തിരിച്ചും മറിച്ച് വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ചെമ്മീൻ വേകാനായിട്ട് അധികം സമയമൊന്നും ആവശ്യമില്ല. അങ്ങനെ തിരിച്ചും മറിച്ച് വിട്ട് ഞാനിവിടെ ചെമ്മീൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ശേഷം അതേ എണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് കൂടെ തന്നെ വെളുത്തുള്ളിയും ആവശ്യത്തിന് ഇഞ്ചിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ മൂത്ത് വരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയിലേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. വഴണ്ട് വന്ന ശേഷം ഇതിലേക്ക് എരിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും ഇതിലേക്ക് ഇടുന്നുണ്ട്. മസാല പിടിക്കാനായിട്ട് നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഇത്തിരി കുരുമുളക് പൊടിയും ഇത്തിരി ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നു. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതേ അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.